ആറാമത്തെ ചോദ്യം, അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 1, ഇഫ് എ 153 ആൻഡ് ബി 457 ബി 2 പോയിന്റ്സ് ദെൻ ഫൈൻഡ് വെക്ടർ എ ബി. വെക്ടർ എ ബി കാണാനാണ് ഇവിടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെക്ടർ എ ബി കാണുക എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എയും ബിയും പോയിന്റ്സ് തന്നിട്ടുണ്ട്. IJK വെച്ചുകൊണ്ടുള്ള വെക്ടർ എ ബി എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെക്ടർ എ ബി എഴുതുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം OB മൈനസ് OA എന്നതാണ് ഫോർമുല. അതായത് ബിയുടെ പൊസിഷൻ വെക്ടർ മൈനസ് എയുടെ പൊസിഷൻ വെക്ടർ. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ എഴുതേണ്ടത് OAയും OBയുമാണ് ആദ്യം. OA എന്ന് പറഞ്ഞ പോയിന്റ് 153 എന്നായതുകൊണ്ട് OA എന്ന് പറഞ്ഞ ആ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ നമുക്കറിയാം 1I പ്ലസ് 5J പ്ലസ് 3K. ഇതാണ് OA എന്ന് പറയുന്ന വെക്ടർ. ഇതുപോലെ തന്നെ ബിയുടെ പൊസിഷൻ വെക്ടർ, അതായത് വെക്ടർ OB ഈക്വൽ ടു ബി എന്ന് പറയുന്ന പോയിന്റ് 457 ആണ്. അപ്പോൾ അതുകൊണ്ട് 4I പ്ലസ് 5J പ്ലസ് 7K. ഇങ്ങനെ നമ്മൾ OAയും OBയും എഴുതി. ഇനി OB മൈനസ് OA, OBയിൽ നിന്നും OA നമ്മൾ മൈനസ് ചെയ്യണം. അപ്പം അങ്ങനെ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് OBയും OAയും ഇവിടെ ഒന്ന് എടുത്ത് എഴുതാം. 4I പ്ലസ് 5J പ്ലസ് 7K മൈനസ് OA, I പ്ലസ് 5J പ്ലസ് 3K. നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യുന്നു. 4Iയിൽ നിന്നും I കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3I എന്ന് കിട്ടും. പ്ലസ് 5Jയിൽ നിന്നും 5J കുറച്ച് കഴിഞ്ഞാൽ 0J പ്ലസ് 7Kയിൽ നിന്നും 3K കുറച്ച് കഴിഞ്ഞാൽ 4K. ഇതാണ് നമ്മുടെ AB എന്ന് പറയുന്ന വെക്ടർ. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് AB. ABയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. AB എന്ന് പറയുന്ന വെക്ടർ നമുക്കുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ABയുടെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് AB എന്ന വെക്ടറിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ മതി. നമുക്കറിയാം A എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടറാണ് വെക്ടർ A ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ A. അതേ ഫോർമുല തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. വെക്ടർ AB ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ AB. AB എന്ന് പറയുന്ന വെക്ടർ 3I പ്ലസ് 0J പ്ലസ് 4K. അതിൻ്റെ മോഡുലസ് ആണെന്നുള്ള ഫോർമുല നമുക്കറിയാം. റൂട്ട് ഓഫ് A² പ്ലസ് B² പ്ലസ് C² ആണ്. അതായത് റൂട്ട് ഓഫ് 3² പ്ലസ് 0² പ്ലസ് 4². അതായത് 3I പ്ലസ് 0J പ്ലസ് 4K ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 9 പ്ലസ് 0 പ്ലസ് 16. അതായത് 3I പ്ലസ് 0J പ്ലസ് 4K ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 25. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 3I 0J എന്നുള്ളത് നമ്മൾ എഴുതണമെന്നില്ല, പ്ലസ് 4K ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 25 5. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ AB. താഴെ നമുക്ക് ഒരു 4 വെക്ടറുകൾ തന്നിട്ടുണ്ട്. അതിലേതാണ് AB എന്ന് പറയുന്ന ഈ ഒരു വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് എന്നതാണ് ചോദ്യം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്കറിയാം രണ്ട് വെക്ടറുകളുടെയും ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പം അങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ 0 എന്ന് വരുന്ന വെക്ടർ ഏതാണെന്ന് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചാൽ മതി. 15I പ്ലസ് 20K എന്ന് പറയുന്ന വെക്ടർ ഈ AB എന്ന് പറയുന്ന വെക്ടറുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 15 × 3 പ്ലസ് 0 × 0 പ്ലസ് 20 × 4 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതൊരിക്കലും 0 എന്ന് വരില്ലെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അടുത്ത വെക്ടർ 15I മൈനസ് 20Kയും ഈ വെക്ടറുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 എന്ന് വരില്ലെന്ന് നമുക്കറിയാം. അടുത്തത് മൈനസ് 5J എന്ന് പറയുന്ന വെക്ടർ 3I പ്ലസ് 0J പ്ലസ് 4K എന്ന് പറയുന്ന വെക്ടറുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ മൈനസ് 5J എന്ന് പറയുമ്പോൾ അതിൻ്റെ Iയുടെ കമ്പോണൻറ്റും Kയുടെ കമ്പോണൻറ്റും 0 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഈ AB എന്ന് പറയുന്ന വെക്ടറിൽ Jയുടെ കമ്പോണൻറ്റ് 0 ആണ്. അപ്പോൾ ഈ രണ്ട് വെക്ടറും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, 3I പ്ലസ് 0J പ്ലസ് 4K ഡോട്ട് 0I മൈനസ് 5J പ്ലസ് 0K. ഈ രണ്ട് വെക്ടറുകളും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 0 എന്ന് കിട്ടും. അതായത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 എന്ന് വരുന്ന ആ ഒരു വെക്ടർ നമ്മൾ കണ്ടെത്തി, അത് മൈനസ് 5J ആണ്. ലാസ്റ്റ് ഓപ്ഷൻ 5K എന്ന് പറയുന്ന വെക്ടറാണ്. അതൊരിക്കലും ഈ ഒരു വെക്ടറുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 0 എന്ന് വരില്ലെന്ന് നമുക്കറിയാം. സോ നമ്മുടെ ആൻസർ മൈനസ് 5J ആണ്.